ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു തക്കാളി ഉള്ളി ചമ്മന്തിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു തക്കാളിയാണ് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയും കറിവേപ്പിലയും ചേർത്തിട്ട് ആ റോ ടേസ്റ്റ് ഒന്ന് പോകുന്ന വരെ ഇത് നന്നായിട്ട് വഴറ്റണം. വഴറ്റുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വഴന്ന് കിട്ടും. അപ്പോൾ അത് തക്കാളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 2 സവാളയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒരു തക്കാളിക്ക് 2 സവാള എന്നുള്ള രീതിയിൽ ചേർക്കണം. ഇതിൽ സവാളയുടെ അളവാണ് കൂടുതൽ വേണ്ടത്. ഇത് നന്നായിട്ട് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഞാൻ ആദ്യമേ തന്നെ ചേർക്കുകയാണ്. അപ്പോൾ ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇപ്പോൾ നമുക്ക് ഇഡ്ഡലിക്കും ദോശയൊക്കെ കൂടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണിത്. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. എന്നാലും ഇത് കുറച്ച് എരിവുള്ള കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നമുക്ക് എത്ര എരിവ് വേണ്ട വെച്ചാൽ ആ ഒരു രീതിക്കനുസരിച്ച് നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് പുളിക്കനുസരിച്ച് ഓരോരുത്തരുടെ ആ പുളിക്കനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 2 സവാളയ്ക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസുള്ള തക്കാളി വേണമെങ്കിൽ എടുക്കാം. അത്രയാണ് ചേർത്തിട്ടുള്ളൂ. അധികം പുളിയില്ലാത്ത തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ചൂടാറിയതിൻ്റെ ശേഷം മുളക് പൊടി നന്നായിട്ട് മൂക്കണം കേട്ടോ. നന്നായി മൂത്ത മണം വന്നതിൻ്റെ ശേഷം ഓഫ് ചെയ്ത് ചൂടാറിയതിൻ്റെ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് ഇത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. വല്ലാതെ അങ്ങനെ സ്മൂത്തായിട്ട് അരച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. അത് കാരണം ഒരു തരിതരിപ്പായിട്ടാണ് ഞാനിത് പൊതുവെ അരയ്ക്കാറ്. അപ്പം ഇത് ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്നിയൊക്കെ റെഡിയാണ്. നമുക്ക് ആ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടി ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുമ്പോൾ ചെയ്തിട്ടില്ല, പിന്നീട് ചെയ്യും. ഇതാ നല്ല ചെറിയൊരു തരിതരിപ്പോട് കൂടിയാകുമ്പോൾ അത്രയും ടേസ്റ്റാണ്. നമ്മുടെ ചട്നിയൊക്കെ റെഡിയായി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്